हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौर भक्त वृंद. जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौर भक्त वृंद. जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौर भक्त वृंद. ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः. श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं. वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च. हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेशा गोपिकान्त राधाकान्त नमोऽस्तुते. तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. वंशकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने. नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. मुखं करोति वाचालं पंगुं लंघयति गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല 17ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. 17ാമത്തെ അധ്യായത്തിലെ 106 ശ്ലോകം 106 മുതലാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ യൗവനാവസ്ഥയിലുള്ള സമയത്തുള്ള ലീലകളാണ് ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വളരെ ചുരുക്കത്തിലേ പറയുന്നുള്ളൂ ലീലകൾ. കാര്യം ഒരുപാട് ലീലകൾ ഭഗവാൻ മഹാപ്രഭുവിൻ്റെ ലീലകൾ ചൈതന്യ ഭാഗവതത്തിൽ ശ്രീല വൃന്ദാവൻ ദാസ് ഠാക്കൂർ തന്നിട്ടുണ്ട്. അപ്പോൾ ശ്രീല വൃന്ദാവൻ ദാസ് ഠാക്കൂർ കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ലീലകൾ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നില്ല. അവിടെ പറയാത്ത ലീലകളാണ് ഇവിടെ കൂടുതൽ ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വായിച്ചിട്ടുണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ, മഹാപ്രഭുവിൻ്റെ വീട്ടിലേക്ക് ഒരു ജോത്സ്യൻ വരുന്നു. ആ ജോത്സ്യൻ വന്ന് മഹാപ്രഭുവിൻ്റെ ജാതകം നോക്കുന്നു, അല്ലെങ്കിൽ മഹാപ്രഭുവിൻ്റെ ഭാവി ഭൂതം നോക്കാൻ വേണ്ടിയിട്ട് മഹാപ്രഭു പറയുന്നു അദ്ദേഹത്തോട്. സാധാരണ ഒരു ജ്യോത്സ്യൻ അല്ലായിരുന്നു, നല്ല വിദഗ്ധനായിട്ടുള്ള, അതായത് പ്രോപ്പറായിട്ട് ജ്യോതിഷം ഫോളോ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പിന്നെ നിർവചിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞ 2 ശ്ലോകത്തിലായിട്ട് അദ്ദേഹത്തോട് മഹാപ്രഭു ചോദിക്കുന്നതും അതനുസരിച്ച് അദ്ദേഹം
പറഞ്ഞു തുടങ്ങുന്നു അല്ലേ. ഇപ്പോൾ അദ്ദേഹം മെഡിറ്റേഷനിൽ കാണുന്നത്, ധ്യാനിക്കുമ്പോൾ കാണുന്നത് ആരായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്നുള്ള ചോദ്യം മഹാപ്രഭു ചോദിച്ചപ്പോൾ ഇദ്ദേഹം ധ്യാനിച്ചപ്പോൾ കാണുന്നത് ഭഗവാനെയാണ്. ഭഗവാനെയാണ് അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ ജ്യോത്സ്യൻ സാധാരണ ഒരു അസ്ട്രോളജർ അല്ല ഇദ്ദേഹം. വെറുതെ പേരിനുള്ള അല്ലെങ്കിൽ പൈസ മാത്രം ഉദ്ദേശിക്കുന്ന ആളുകളല്ല, അങ്ങനെയുള്ള ഒരാളല്ല അദ്ദേഹം. ഒരു ഭക്തനായിട്ടുള്ള ഒരു ജ്യോത്സ്യനാണ്. ഈ ജ്യോതിഷശാസ്ത്രം എന്ന് പറയുന്നത് വെറുതെ ഉള്ളതല്ല, അത് തീർച്ചയായിട്ടും വേദങ്ങളുടെ ഒരു ഭാഗമാണ്. വേദങ്ങളിൽ വരുന്നതാണ് ഈ പറയുന്ന അസ്ട്രോളജി എന്ന് പറയുന്നത്. സോ അത് വേണ്ട രീതിയിൽ, വേണ്ടതുപോലെ ശരിയായിട്ടുള്ള രീതിയിൽ അത് പഠിച്ചുകൊണ്ട് അത് ഒരു സർവീസായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. പിന്നെ അതുമാത്രമല്ല, ശരിയായിട്ട് നമ്മുടെ ഭൂതം ഭാവിയൊക്കെ പറയുവാനും സാധിക്കുന്നു. അങ്ങനെയും പ്രഗത്ഭരായിട്ടുള്ള, കറക്റ്റായിട്ട് ഇതെല്ലാം ഫോളോ ചെയ്യുന്ന, പഠിച്ചിട്ടുള്ള, അതേപോലെ തന്നെ അതിൻ്റെ കുറച്ച് ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം പഠിച്ചുകൊണ്ട് ഭഗവാന്റെ ഭക്തരായിട്ടുള്ളവർ പറയുന്നതൊക്കെ സത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മഹാപ്രഭുവിൻ്റെ മുമ്പിലുള്ളതും അതേപോലെ ഒരു സാധാരണ ഒരു ജ്യോത്സ്യനല്ല, എന്നാൽ ഭക്തനായിട്ടുള്ളൊരു ജ്യോത്സ്യനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭഗവാനെ കാണുവാൻ സാധിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു ഭൂതം അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് കാണാൻ സാധിക്കണമെങ്കിൽ ശരിക്കും ഭഗവാൻ തന്നെയാണ്. കാര്യം മഹാപ്രഭു കൃഷ്ണനാണെന്ന് നമുക്കറിയാം, അല്ലേ, പരമദിവ്യത്വം പുരുഷനാണെന്ന് അറിയാം. എന്നാൽ അദ്ദേഹം അത് കാണുന്നു ശരിക്കും അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ. ഓക്കെ, നമുക്ക് നോക്കാം. 106 ശ്ലോകം. പരമതത്വ പരബ്രഹ്മ പരമ ഈശ്വര ദേഖി പ്രഭുര മൂർത്തി സർവ ജ്ഞാഹ ഇല ഭാൻ പര. പരമതത്വ പരബ്രഹ്മ പരമ ഈശ്വര ദേഖി പ്രഭുര മൂർത്തി സർവ ജ്ഞാഹ ഇല ഭാം പര. ശ്ലോകം വായിക്കാം ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം പ്രഭു. പരമതത്വ പര ബ്രഹ്മ പരമ ഈശ്വര ദേഖി പ്രഭുര മൂർത്തി സർവജ്ഞ ഹൈലഫാൻ പര. വിവർത്തനം വായിക്കണമേ. ഓക്കെ, വിവർത്തനം വായിക്കും. വിവർത്തനം ഭാവാർത്ഥം ശിലപ്രഭുപാദ് കി ജയ്. ചൈതന്യ മഹാപ്രഭു അഭയ പരമസത്യവും പരബ്രഹ്മവും പരമമായ ഈശ്വരനുമാണെന്ന് കണ്ട ജ്യോത്സ്യൻ അന്താളിച്ചു. പരമനിരപേക്ഷ സത്യം അഥവാ പരബ്രഹ്മം ആത്യന്തികമായി പരമദിവ്യോത്തമ പുരുഷനാണെന്ന് ഇവിടെ വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നു. ആയതിനാൽ സർവ്വതിന്റെയും ആരംഭം ഒരു വ്യക്തിയാണ്. ഭഗവത്ഗീത 10.8 സ്ഥിരീകരിച്ചിട്ടുള്ളതുപോലെ മത്ത സർവം പ്രവർത്തതെ, എല്ലാം ഉത്ഭവിക്കുന്നത് പരമദിവ്യോത്തമ പുരുഷനിൽ നിന്നാണ്. അവിടുന്നാണ് പരമോന്നത ജീവസത്ത. അതുകൊണ്ട് നിലനിൽക്കുന്നതെല്ലാം ദ്രവ്യമായാലും ആത്മാവായാലും പരമോന്നത ജീവനിൽ നിന്നുള്ള ഒരു ഉദ്ഭവമല്ലാതെ മറ്റൊന്നുമല്ല. ജീവൻ പദാർത്ഥത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നു എന്ന ആധുനിക ശാസ്ത്രജ്ഞന്റെ സിദ്ധാന്തം അസംബന്ധമാണ്. പദാർത്ഥവും ജീവനും ഉദ്ഭവിക്കുന്നത് ജീവനിൽ നിന്നാണ്. ദൗർഭാഗ്യവശാൽ ഈ സത്യം ശാസ്ത്രജ്ഞന്മാർക്കറിയില്ല. അവർ തങ്ങൾക്കുണ്ടെന്ന് പറയപ്പെടുന്ന അറിവിന്റെ അന്ധകാരത്തിൽ ചുറ്റിത്തിരിയുന്നു. ഹരേ കൃഷ്ണ. ശിലപ്രഭുപാദ്. ഹരേ കൃഷ്ണ. ചൈതന്യ മഹാപ്രഭു പരമസത്യം തന്നെയാണ്. നമുക്കറിയാം, പരമതത്വ പരബ്രഹ്മ പരമ ഈശ്വര, ഇതെല്ലാം മഹാപ്രഭുവിനെ അല്ലെങ്കിൽ പരമദൈവത്വം പുരുഷനായിട്ടുള്ള കൃഷ്ണനെ വിളിക്കുന്നതാണ്, അല്ലെങ്കിൽ കൃഷ്ണന് വേണ്ടി ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ്സ് ആണ്. ഇവിടെ മഹാപ്രഭുവും കൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ട് അതേ പരമസത്യം, അതേ പരബ്രഹ്മനായിട്ടുള്ള മഹാപ്രഭു അദ്ദേഹത്തെ മനസ്സിലാക്കുന്നു ഈ ജ്യോത്സ്യൻ. അദ്ദേഹം പക്ഷെ മനസ്സിലാക്കി, എന്നാൽ അദ്ദേഹത്തിന് ചെറിയൊരു കൺഫ്യൂഷനും വന്നു. കാര്യം ഭഗവാൻ പരമദൈവത്വ പുരുഷനായിട്ടുള്ള ഭഗവാൻ ഇവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു എന്നുള്ള ഒരു കാര്യം വന്നപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു സംശയം വരുന്നു. ശീലപ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, പരബ്രഹ്മനിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് എന്നുള്ളത്. പരമദൈവത്വ പുരുഷൻ കൃഷ്ണനിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. നമുക്കറിയാം, ഒരുപാട് ശ്ലോകങ്ങളിൽ ഇത് പ്രസ്താവിക്കുന്നുണ്ട്. ശ്രീമദ് ഭാഗവതമാവട്ടെ,
ബ്രഹ്മസംഹിതയാവട്ടെ, ശ്രീമദ് ഭഗവത്ഗീതയാവട്ടെ, എല്ലായിടത്തും ഈ പറയുന്ന എല്ലായിടത്തും പറയുന്നുണ്ട് കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ളത്. അല്ലേ? അഹം സർവസ്യ പ്രഭവ മത്താ സർവം പ്രവർത്തതേ ഇതി മത്വ ഭജന്തേ മാം. അല്ലേ? ഈ ശ്ലോകം 10:8 ശ്രീമദ് ഭഗവത്ഗീതയിൽ വരുന്നു. അഹം സർവസ്യ പ്രഭവ, എല്ലാം ആധ്യാത്മിക ലോകമാവട്ടെ ഭൗതിക ലോകമാവട്ടെ എല്ലാം വരുന്നത് എന്നിൽ നിന്നാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഭഗവാനിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുന്നു. അതേപോലെ ബ്രഹ്മസംഹിതയിൽ സർവ കാരണം ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ, എല്ലാത്തിൻ്റെയും തുടക്കവും അവസാനവും ഭഗവാൻ തന്നെയാണ്. സർവ്വകാരണങ്ങളുടെയും കാരണവും ഭഗവാനാണ് എന്ന് പറയുന്നു. പിന്നെ ഭാഗവതത്തിൽ പറയുന്നു ഏതേ ചംശ കലാപുംസോ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദിരാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. എല്ലാ അവതാരങ്ങളെയും കുറിച്ച് ശ്രീല സൂതഗോസ്വാമി പറയുന്നതിന് ശേഷം കൃഷ്ണൻ്റെ അവതാരത്തെക്കുറിച്ച് കൃഷ്ണനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു ഇതേ ചംശ കലാപുംസോ, ഞാൻ പറഞ്ഞ എല്ലാ അവതാരങ്ങളും പറയുവാണെങ്കിൽ കൃഷ്ണനിൽ നിന്നാണ് വരുന്നത്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഭഗവാൻ എന്ന് പറയുന്നത്, പരബ്രഹ്മൻ എന്ന് പറയുന്നത്, പരമദിവ്യത്വമ പുരുഷൻ എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനാണ് എന്നുള്ളത് ഭാഗവതവും പറയുന്നു. അങ്ങനെ ഒരുപാട് റെഫറൻസ് ഉണ്ട് നമുക്ക്. ശിലപ്രഭാജിയുടെ പറയുന്നു ഭാവാർത്ഥത്തിൽ എല്ലാം ഉദ്ഭവിക്കുന്നത് ആത്മീയ തലത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ സ്പിരിറ്റിൽ നിന്നാണ്, അല്ലെങ്കിൽ ഭഗവാനിൽ നിന്നാണ്. അല്ലാതെ ഈ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പോലെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അവർ പറയുന്നത് ജീവസത്ത വരുന്നത് ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ഈ മാറ്ററിൽ നിന്നാണ്, പഞ്ചഭൂതത്തിൽ നിന്നാണ് എന്നൊക്കെ അവർ പറയും. അങ്ങനെ പല പല തിയറീസും അവർ പറയുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം നമുക്ക് ഓർക്കണം, ഒരു കാര്യം മനസ്സിലാക്കണം, ജീവൻ വരുന്നത് ജീവനിൽ നിന്നാണ്, അല്ലാതെ ജഡമായിട്ടുള്ള പഞ്ചഭൂതത്തിൽ നിന്ന് വരുന്നില്ല. ജഡത്തിൽ നിന്ന് ഒരിക്കലും ജീവൻ വരില്ല, ജീവനിൽ നിന്ന് മാത്രമേ ജീവൻ വരുള്ളൂ. അല്ലേ? എന്നാൽ ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞന്മാരുടെ പല പ്രസ്താവനകളും പല കൺക്ലൂഷൻസും ശരിയായിട്ട് വരുന്നില്ല. ഓക്കെ, ശ്ലോകം 107. ബലിത്തെ നാ പാരെ കിച്ചു മൗനഹായ് ഇല പ്രഭു പുന പ്രശ്ന കൈല കഹിത്തെ ലാഗീല. ശ്ലോകം വായിക്കാം ആർക്കെങ്കിലും വിവർത്തനവും. ഹരേ കൃഷ്ണ പ്രഭു. ബലിദന പാരെ കിച്ചു മൗന ഹൈല പ്രഭു പുന പ്രശ്ന കൈല കഹിതേ ലാഗീല. വിവർത്തനം ബൈ ശിലപ്രഭുപാദ് കി ജയ്. അത്ഭുത സ്തബ്ധനായ ജ്യോത്സ്യൻ ഉരിയാടാൻ കഴിയാതെ നിശബ്ദനായി. എന്നാൽ മഹാപ്രഭു വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ചപ്പോൾ അയാൾ മറുപടി പറഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്യോത്സ്യൻ ഇതെല്ലാം ധ്യാനത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുമ്പിലിരിക്കുന്ന ആള് ഭഗവാനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ പക്ഷെ കൺഫ്യൂഷനുമായി അദ്ദേഹത്തിന്. എന്താ പറയേണ്ടതെന്നറിയാം. അദ്ദേഹം ആകെ അത്ഭുതപ്പെട്ട് ആകെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ചോദിക്കാനും പറയാനും പറ്റാത്ത, അതായത് മഹാപ്രഭു ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ ആരാണെന്ന് അറിയാമോ എന്നാ ചോദിക്കുക, ആരാണെന്ന് പറയാൻ സാധിക്കുമോ കഴിഞ്ഞ ജന്മത്തിലെന്ന് ചോദിച്ചു. ഉത്തരം പറയണമെന്നുണ്ട് അദ്ദേഹത്തിന്, പക്ഷേ അദ്ദേഹം ആകെ അത്ഭുതപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. കാര്യം ഇതേപോലെ അദ്ദേഹത്തിന് അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. നേരിട്ട് മുമ്പിൽ ഭഗവാൻ വന്നിരുന്ന് ചോദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മം എന്താണെന്നുള്ളത്. അതൊരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അദ്ദേഹം ആകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് എന്ത് പറയണമെന്നറിയില്ല, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹം ഇരിക്കുകയാണ്. ആ സമയത്ത് ചൈതന്യ മഹാപ്രഭു വീണ്ടും ചോദിക്കുകയാണ് അദ്ദേഹത്തോട് ചോദ്യം. അദ്ദേഹം ചോദിച്ച ചോദ്യം തന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. പൂർവജന്മേ ചീല തുമി ജഗതാശ്രയ പരിപൂർണ ഭഗവാൻ സർവൈശ്വര്യാമയ. മഹാപ്രഭു വീണ്ടും ചോദിക്കുമ്പോഴാണ് ഇപ്പോൾ ജ്യോത്സ്യൻ ഉത്തരം പറഞ്ഞു തുടങ്ങുന്നത്. അദ്ദേഹം ആകെ കൺഫ്യൂഷനിലിരിക്കുകയായിരുന്നു. പക്ഷെ വീണ്ടും മഹാപ്രഭു ചോദിച്ചപ്പോൾ അദ്ദേഹം ബോധത്തിലേക്ക് വന്നു, പിന്നെ ഉത്തരം പറയുകയാണ്. ഓക്കെ, വായിച്ചോളൂ. വേറെ ആരെങ്കിലും വായിക്കണുണ്ടോന്ന് അറിയില്ല. ഞാൻ വായിക്കാം. ഹരേ കൃഷ്ണ. ഹരിബോൾ. പൂർവജന്മേ തുമി ജഗദാശ്രയ പരിപൂർണ ഭഗവാൻ സർവൈശ്വര്യമായ. പ്രഭു, പൂർവജന്മത്തിൽ അങ്ങ് സർവ സൃഷ്ടിയുടെയും ആശ്രയവും സർവ ഐശ്വര്യ സമ്പൂർണനുമായ ഭഗവാനായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
പൂർവജന്മേ ജന്മേ ചില തുമി ജഗതാശ്രയ. അപ്പോൾ അദ്ദേഹം ഉത്തരം പറയുന്നു, ജ്യോത്സ്യൻ, കഴിഞ്ഞ ജന്മത്തിൽ അങ്ങ് എല്ലാവരുടെയും ആശ്രയമായിരുന്നു. ജഗത്, ഈ പറയുന്ന സൃഷ്ടിയെല്ലാം അങ്ങേ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പരിപൂർണ ഭഗവാൻ, സർവ ഐശ്വര്യപൂർണമായിട്ടുള്ള ഭഗവാൻ തന്നെയായിരുന്നു അങ്ങ് എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. 109 എന്ത് പറയുന്നു നോക്കാം. പൂർവേ യായ്ചേച്ചില തുമി ഏബേഹ സേ രൂപ ദുർവിജ്ഞേയ നിത്യാനന്ദ തോമാര സ്വരൂപ. ഓക്കെ, ഹരേ കൃഷ്ണ. വായിക്കൂ. ഹരേ കൃഷ്ണ. പൂർവേയച്ച തുമി ഏബേഹ സേ രൂപ ദുർവിജ്ഞേയ നിത്യാനന്ദ തോമാര സ്വരൂപ. വിവർത്തനം ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. കഴിഞ്ഞ ജന്മത്തിൽ പരമപുരുഷനായിരുന്ന അങ്ങ് ഇപ്പോഴും അതേ പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ്. അചിന്ത്യമായ നിത്യാനന്ദമാണ് അങ്ങയുടെ സ്വരൂപം. ഭാവാർത്ഥം, ജ്യോതിശാസ്ത്രത്തിന്റെ പ്രഭാവത്താൽ ഒരുവന് ഭഗവാന്റെ സ്ഥിതി പോലും തിട്ടപ്പെടുത്താൻ കഴിയും. എല്ലാത്തിനെയും അവയുടെ ലക്ഷണങ്ങളിലൂടെ തിരിച്ചറിയാം. പരമദിവ്യോത്തമ പുരുഷനെ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള ലക്ഷണങ്ങളിലൂടെ തിരിച്ചറിയുന്നു. ശാസ്ത്രങ്ങളിൽ നിന്നുള്ള തെളിവില്ലാതെ ആർക്കെങ്കിലും ഈശ്വരനാകാൻ കഴിയില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്യോത്സ്യൻ പറയുന്നു, കഴിഞ്ഞ ജന്മത്തിലെ അതേ പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ് അങ്ങ് ഇപ്പോഴും. ഇങ്ങനെയാണ് ഉത്തരം പറയുന്നത്. എന്നിട്ട് പറയുന്നു, അങ്ങയുടെ ഈ ഒരു രൂപം എന്ന് പറയുന്നത് സേ രൂപേ, അങ്ങയുടെ രൂപം എന്ന് പറയുന്നത് ദുർവിജ്ഞേയ, അതായത് ഇത് അചിന്ത്യമായിട്ടുള്ള കാര്യമാണ്. സർവം നിത്യ ആനന്ദ സ്വരൂപമാണ് അങ്ങയുടെ സ്വരൂപം. നിത്യ ആനന്ദമാണ്. മാത്രമല്ല ദുർവിജ്ഞേയ, അതായത് അചിന്ത്യമാണ്. അങ്ങനെ ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. ശിലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ജ്യോത്സ്യർ അല്ലെങ്കിൽ ജ്യോതിഷ ശാസ്ത്രപ്രകാരം പരമദിവ്യോത്തമ പുരുഷനെ തിരിച്ചറിയുവാനും സാധിക്കുന്നു. അതായത് ഒറിജിനൽ ഭഗവാനാണോ, ഭഗവാന്റെ അംശമാണോ, അല്ലെങ്കിൽ ഭഗവാന്റെ പ്രിയപ്പെട്ട പാർഷദനാണോ എന്നൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ള ഭക്തരായിട്ടുള്ള ജ്യോത്സ്യന്മാർക്ക് തിരിച്ചറിയാൻ സാധിക്കും. കാര്യം ഈ ജ്യോതിഷശാസ്ത്രം വെറുതെയുള്ളതല്ല, അത് സത്യമായിട്ടുള്ളൊരു ശാസ്ത്രം തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ വേദങ്ങളിൽ വരുന്നതാണ്. അത് പ്രോപ്പർലി പഠിച്ചിട്ടുള്ളവർ, പ്രോപ്പർലി അത് പ്രിൻസിപ്പിൾസ് എല്ലാം ഫോളോ ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്ക്, അതേപോലെ പ്രത്യേകിച്ചും ഭക്തരും കൂടി ആവുമ്പോഴാണ് ഇതെല്ലാം ശരിക്കും നിർണ്ണയിക്കാൻ അവർക്ക് സാധിക്കുന്നത്. ഇല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ബാക്കിയൊക്കെ ചിലപ്പോൾ ഫേക്കായിട്ട് പറയുന്ന കൂട്ടരും ഉണ്ടാവും. എന്നാൽ പ്രോപ്പർലി ഫോളോ ചെയ്യുന്നവർ അവർ പറയുന്നത് സത്യമാവും. ഇവിടെ ശരിയായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഭഗവാനാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ശിലപ്രഭുജി ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയുന്നു. അതായത് ആരെങ്കിലും പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ലക്ഷണങ്ങളുണ്ടാവും. അല്ലാതെ വെറുതെ ഒരാൾ പറയാൻ സാധിക്കില്ല ഒരാൾക്ക്. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രൂപവും അദ്ദേഹത്തിനെ കാണുമ്പോഴും, കാര്യം ഒരുപാട് ലക്ഷണങ്ങൾ പറയുന്നു ഭഗവാനാവാൻ വേണ്ടി, അല്ലെങ്കിൽ ഭഗവാന്റെ രൂപങ്ങൾ, അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതായത് കൈകളുടെ നീളം, അത് കൈയിൻ്റെ നീളം, അതായത് മഹാത്മാക്കളായിട്ടുള്ളത് അല്ലെങ്കിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, ശരീരത്തിൻ്റെ ഫീച്ചേഴ്സ്. അത് ഭഗവാനായിക്കൊള്ളുന്നില്ല. ഭഗവാനും ഭഗവാന്റെ നിത്യപാർശ്വതരുമായിട്ടുള്ള ഭക്തരും വരുമ്പോഴൊക്കെ അങ്ങനെയായിരിക്കും. ഇപ്പോൾ കേട്ടിട്ടുണ്ട്, ശ്രീപാദ് രാമാനുജാചാര്യരുടെ ശരീരത്തിൻ്റെ ഫീച്ചേഴ്സ് തന്നെ കാണുമ്പോൾ അറിയാം അദ്ദേഹം മഹാപുരുഷനാണെന്ന് പറയും. അതേപോലെ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ്, ശ്രീല പ്രഭുപാദ്, നമ്മുടെ ശ്രീല പ്രഭുപാദിൻ്റെ ഗുരു, അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപവും ഫീച്ചേഴ്സും ശരിക്കും പറയുകയാണെങ്കിൽ അത്ഭുതകരമായിരുന്നു. അത് കാണുമ്പോൾ, ലക്ഷണങ്ങൾ കണ്ടാൽ മനസ്സിലാക്കുന്നവർക്കറിയാം ഇദ്ദേഹം സാധാരണ ഒരു മനുഷ്യനല്ല എന്നുള്ളത്, ഭഗവാന്റെ നിത്യപാർശ്വതനാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ഭക്തരെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ
ഭഗവാന്റെ ഫീച്ചേഴ്സ് എന്തായിരിക്കും? തീർച്ചയായിട്ടും ആജാന ലംബിത ഭുജോ കനകാവതാദോ സങ്കീർത്തനേ കപിതരോ കമലായതാക്ഷോ. മഹാപ്രഭുവിനെ, നിത്യാനന്ദ പ്രഭുവിനെയും ശ്രീല വൃന്ദാവൻദാസ് ഠാക്കൂർ ചൈതന്യ ഭാഗവതത്തിൽ വിശേഷിപ്പിക്കുന്നതാണ്, മംഗളചരണത്തിൽ പറയുന്നതാണ് ആജാന ലംബിത ഭുജോ. ആജാനലംബി അതായത് അവരുടെ പൊക്കവും അവരുടെ സൈസും മാത്രമല്ല കൈകൾ മുട്ടുവരെ നീളമുണ്ടായിരുന്നു. പിന്നെ കമലം അതായത് താമരയുടെ ഇതളുകൾ പോലെയാണ് കണ്ണുകൾ, സുന്ദരമായിട്ടുള്ള കണ്ണുകൾ. കനകാവതാദോ, കനക അതായത് സുവർണ്ണ നിറത്തിലായിരുന്നു മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു. അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങളുണ്ട്, ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടും ഉണ്ടാവണം. ഏത് അവതാരം വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം അത് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാവണം. ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കില്ല അവതാരമാണ് എന്നുള്ളത്. കൽക്കി അവതാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഏത് വർഷം, ഏത് സമയത്ത്, ഏത് സ്ഥലത്ത്, ആരുടെ മകനായിട്ട് വരുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ കലിയുഗത്തിൻ്റെ തുടക്കത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കലിയുഗത്തിൻ്റെ അവസാനത്തോടു കൂടിയിട്ടാണ് കൽക്കി അവതാരം വരുന്നത്. ആ കൽക്കി അവതാരം കുറച്ച് വർഷങ്ങൾ മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ ദക്ഷിണ ഭാരതത്തിൽ ഒരു സ്ഥലത്ത് ഒരു വ്യക്തി പറയുന്നുണ്ടായിരുന്നു ഞാൻ കൽക്കി അവതാരമാണെന്ന്. അദ്ദേഹം തന്നെ സ്വയം പറയുന്നുണ്ടായിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെയും കാണാനില്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും കാണാനില്ല. അവരൊക്കെ ഒളിവിൽ പോയി, എന്താണെന്നറിയില്ല. എനിവേ, അപ്പം അങ്ങനെ പല മനുഷ്യരും അവതാരമാണെന്ന് പറയുന്നവരുണ്ടാവും. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അവതാരമാവണമെങ്കിൽ ഭഗവാന്റെ അവതാരം ആദ്യത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കും, ഏത് സമയത്ത് എപ്പോൾ എങ്ങനെ വരുമെന്നുള്ളത്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരത്തെക്കുറിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഡയറക്റ്റ്ലി പറയുന്നു, നരസിംഹപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആദിപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്, അഗ്നിപുരാണത്തിൽ, അങ്ങനെ ഒരുപാട് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് മഹാപ്രഭു വരുമെന്നുള്ളത്. മഹാപ്രഭുവിൻ്റെ ഏത് സ്ഥലത്ത് നവദ്വീപിൽ ഇന്ന ആളുടെ മകനായിട്ട് ജനിക്കുമെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് മഹാപ്രഭുവിൻ്റെ അവതാരം ഛന്ന അവതാരം എന്ന് പറയും. ഛന്ന അവതാരം എന്ന് പറഞ്ഞാൽ സീക്രട്ട് ആയിട്ടുള്ള ഒരു അവതാരമാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഇത് അറിയുന്നുണ്ടായിരുന്നില്ല. ചൈതന്യ മഹാപ്രഭു പോയതിന് ശേഷമാണ് അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ അറിയുന്നത്. കാര്യം മഹാപ്രഭുവിൻ്റെ അവതാരത്തിന് ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഉദ്ദേശങ്ങൾ നിറവേറ്റണമെങ്കിൽ അദ്ദേഹം ഭഗവാനാണെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല, അല്ലേ? നമ്മൾ ചൈതന്യ ചരിതാമൃതത്തിൻ്റെ തുടക്കത്തിൽ ഇതെല്ലാം പഠിച്ചു. ആന്തരിക കാരണങ്ങൾ, ഭഗവാൻ മഹാപ്രഭുവിൻ്റെ അവതാരത്തിൻ്റെ ആന്തരിക കാരണങ്ങളും അതേപോലെ ബാഹ്യമായിട്ടുള്ള കാരണങ്ങളും, ഇത് രണ്ടും നമ്മളെല്ലാവരും പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് എക്സ്റ്റേണൽ റീസൺസ്, എന്താണ് ഇൻറ്റേർണൽ റീസൺസ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരത്തിൻ്റെന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അതായത് അതെല്ലാം മഹാപ്രഭുവിൻ്റെ പ്രത്യേകിച്ചും ആന്തരിക കാരണങ്ങൾ, അദ്ദേഹം അവതരിച്ചതിൻ്റെ ഇൻറ്റേർണൽ റീസൺസ്, ആന്തരിക കാരണങ്ങൾ അദ്ദേഹം നിറവേറ്റണമെങ്കിൽ അദ്ദേഹം ഭഗവാനാണെന്ന് ആളുകൾ അറിഞ്ഞാൽ നടക്കില്ല, അല്ലേ? അതുകൊണ്ട് അദ്ദേഹം സീക്രട്ടായിട്ട് വരുന്നു. അനർപ്പിത ചരിം ചിരാത് കരുണയാവതീർണോ കലോ സമർപ്പയതും ഉന്നത ഉജ്ജ്വല രസാം സ്വഭക്തി ശ്രിയം ഹരിപുരട സുന്ദര ദ്യുതി കദംബസും തീപിതാഹ സദാഹൃദയ കന്ദരേ സ്ഫുരത് വാ ശചിനന്ദന. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ചൈതന്യ ചരിതാമൃതത്തിൽ. അതാണ്. അപ്പോൾ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കണം, അതിന് ഒരു സംശയവുമില്ല. പിന്നെ അത്ഭുതകരമായിട്ടുള്ള, സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള, അമാനുഷികമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗസിദ്ധിയിൽ നിന്ന് കിട്ടുന്ന സിദ്ധികളല്ല പറയുന്നത്. അമാനുഷികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് മാത്രം സാധിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുവാൻ സാധിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുന്നവരെയാണ്, അല്ലെങ്കിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഉറപ്പ് ആവുന്നത് ഇത് ശരിക്കും ഭഗവാനാണെന്നുള്ളത്. അല്ലാതെ വായുവിൽ നിന്ന് ആപ്പിൾ കൊണ്ടുവരുന്നു, വായുവിൽ നിന്ന് ഭസ്മം കൊണ്ടുവരുന്നു, അതുകൊണ്ടൊന്നും കാര്യമില്ല. അതൊക്കെ വെറും അഷ്ടസിദ്ധിയുള്ളവർക്ക് പോലും കിട്ടുന്ന യോഗസിദ്ധികളാണ്. പ്രാപ്തി, അനിമ, ലഖിമ എന്നൊക്കെ പറയുന്നത്. തൂവലിനെ പോലെ വെയിറ്റ് കുറയാൻ സാധിക്കും, വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാൻ സാധിക്കും, ആകാശത്തിലൂടെ പറക്കാൻ സാധിക്കും, അതായത് ചെറുതായി ഒരു പൊട്ട് പോലെ ആവാൻ സാധിക്കും, അതേപോലെ വലുതാവാൻ സാധിക്കും. ഇവിടെ ഇരുന്നു കൊണ്ട്, കേരളത്തിലിരുന്നു കൊണ്ട് അമേരിക്കയിലുള്ള പൂന്തോട്ടത്തിൽ നിന്ന് പുഷ്പം പറിക്കാൻ സാധിക്കും. ഇതൊക്കെ സാധിക്കും. ഇത്
ഇത് ഭഗവാനാവണം എന്നില്ല. ഇതിന് അഷ്ടസിദ്ധികൾ മതി. ഈ അഷ്ടസിദ്ധികളും പൂർണ്ണമായിട്ടും ഭൗതിക തലത്തിലുള്ളതാണ്, അല്ലാതെ ആധ്യാത്മിക തലത്തിലുള്ള ശക്തികളല്ല അതൊന്നും. അപ്പോൾ അങ്ങനെ അഷ്ടസിദ്ധികൾ കിട്ടിയിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അവർ ഇതുപോലെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ അത് ഭഗവാനുമായിട്ട് കണക്ഷൻ ഇല്ലാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അത് ഈ ജന്മത്തിൽ അവർക്ക് കിട്ടിയിട്ടുള്ളൊരു സുകൃതി പോലെയാണ്. അവർ ആ ഒരു കഴിവുള്ളവരായിരിക്കും, പക്ഷേ അതിനെ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ കാര്യമില്ല. സോ അതാണ് ഇവിടെ. എന്നാൽ വളരെ കറക്റ്റായിട്ട് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്, ജ്യോത്സ്യൻ പറയുന്നത്. അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇനി മഹാപ്രഭു എന്ത് പറയുന്നു എന്ന് നോക്കാം. ചൈതന്യ മഹാപ്രഭു ജ്യോത്സ്യൻ പറയുന്നത് കേട്ടു. ഇനി അദ്ദേഹം തിരിച്ചെന്ത് പറയുന്നു നോക്കാം. പ്രഭു ഹാസി കൈല തുമി കിച്ചു ന ജാനീല പൂർവേ ആമി ആചിലാൻ ജാതി തേ ഗോയാല. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഉത്തരം. ഓക്കെ, വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഹാസി കൊയില തുമി കിച്ചു ന ജാനില പൂർവേ ആമി ആചിലാൻ ജാതി തേ ഗോയാല. വിവർത്തനം. ജ്യോത്സ്യൻ തന്നെ വാഴ്ത്തി പറഞ്ഞത് കേട്ട മഹാപ്രഭു അയാളെ തടഞ്ഞ ശേഷം പുഞ്ചിരിച്ചു. അവിടുന്ന് പറഞ്ഞു, ഞാൻ എന്തായിരുന്നുവെന്ന് താങ്കൾക്ക് വ്യക്തമായി അറിയില്ലെന്ന് ഞാൻ കരുതുന്നു. എന്തെന്നാൽ കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു ഗോപാലകനായിരുന്നുവെന്ന് എനിക്കറിയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചൈതന്യ മഹാപ്രഭു ഇതെല്ലാം കേട്ടു. അതായത് മഹാപ്രഭുവിനോട് പറയുന്നു ജ്യോത്സ്യൻ, അങ്ങ് പരമദൈവത്വ പുരുഷനാണെന്നുള്ളത്. കൃഷ്ണനാണ് ഭഗവാനാണെന്ന് പറയുമ്പോൾ മഹാപ്രഭു ഒരിക്കലും അത് അംഗീകരിക്കാറില്ല. കാര്യം ചൈതന്യ മഹാപ്രഭു ആരെങ്കിലും പറയുകയാണ്, ഓ അങ്ങ് പരമദൈവത്വം പുരുഷനാണ്. കാര്യം പലവരും മഹാപ്രഭുവിൻ്റെ കൂടെ കൂടി, അതായത് മഹാപ്രഭുവിൻ്റെ പാർഷദരും അതേപോലെ ശുദ്ധഭക്തർക്കും കുറേ മഹാപ്രഭുവുമായിട്ട് സംഘം കിട്ടുന്ന സമയത്ത് പലപ്പോഴും അവർക്കും തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു അങ്ങ് പരമദൈവത്വ പുരുഷനാണ് എന്നുള്ളത്, ഭഗവാനാണ് എന്നുള്ളത് ഒരു ഫീലിങ്സ് അവരുടെ ഉള്ളിൽ അവർക്കത് തോന്നാറുണ്ട്. അവരത് പറയുകയും ചെയ്യും. അത് കേൾക്കുമ്പോൾ മഹാപ്രഭു ചെവി പൊത്തിക്കൊണ്ട് പറയും, വിഷ്ണു വിഷ്ണു വിഷ്ണു. ഒരിക്കലും ഒരു ജീവാത്മാവിനെ ഭഗവാനാണെന്ന് പറയാൻ പാടില്ല, നിങ്ങൾ ചെയ്യുന്ന വലിയ അപരാധമാണെന്നൊക്കെ പറഞ്ഞ് മഹാപ്രഭു അവർ പറയുന്നത് വായ മൂടാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ ജ്യോത്സ്യൻ പറയുമ്പോൾ അദ്ദേഹം ഇതെല്ലാം കേട്ടതിന് ശേഷം മഹാപ്രഭു അദ്ദേഹം പറയുന്നത് നിർത്തിപ്പിച്ചു. മതി 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 പറഞ്ഞത്, വിഷ്ണു വിഷ്ണു, ഇനി പറയരുത്, ഞാൻ ഭഗവാനാണെന്ന് പറയരുത്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ആക്ച്വലി അദ്ദേഹം പറയുകയാണ്, എനിക്ക് തോന്നുന്നു അങ്ങേക്ക് ശരിക്കും ഞാൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ല കഴിഞ്ഞ ജന്മത്തിൽ. അങ്ങ് ഇപ്പോഴും കൺഫ്യൂഷനിലാണ്, അങ്ങ് മനസ്സിലായിട്ടില്ല. അങ്ങ് ഞാൻ ഭഗവാനാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അതൊന്നുമല്ല ശരി. ഞാൻ കഴിഞ്ഞ ജന്മത്തിലൊരു ഗോപാലകൻ, ഞാനൊരു ഗോപാലനായിരുന്നു. സത്യമാണോ? അത് സത്യമാണ്. ഗോപാലൻ തന്നെയാണ് അദ്ദേഹം. കൃഷ്ണനാണല്ലേ. കൃഷ്ണനായിട്ടുള്ള മഹാപ്രഭു ഗോപാലൻ തന്നെയായിരുന്നു, ഗോപാലകൻ തന്നെയായിരുന്നു. മഹാപ്രഭു പറയുന്നതും സത്യമാണ്, എന്നാൽ ജ്യോത്സ്യം പറയുന്നതും സത്യമാണ്. അദ്ദേഹമാണ് പരബ്രഹ്മൻ, പരമദൈവത്വ പുരുഷൻ എന്ന് പറയുന്നതും സത്യം തന്നെയാണ്. ചൈതന്യ മഹാപ്രഭു മുന്നോട്ട് പറയുന്നു, ഗോപാഗൃഹേ ജന്മചില ഗാഭീര രാഖല സേ പുണ്യ ഹൈല എബെ ബ്രാഹ്മണ ചാവയല. ഗോപഗൃഹ ജന്മചില ഗാഭീര രാഖല സേ പുണ്യ ഹൈല എബെ ബ്രാഹ്മണ ചാവയല. വിവർത്തനം. ഭാവാർത്ഥം ബൈ ശിലപ്രഭുപാദ് കി ജയ്. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഇടയകുലത്തിലായിരുന്നു ജനിച്ചത്. ഞാൻ പശുക്കൾക്കും പശുക്കിടാവുകൾക്കും സംരക്ഷണം നൽകുകയും ചെയ്തു. ആ പുണ്യകർമ്മങ്ങൾ മൂലം ഞാനിപ്പോൾ ഒരു ബ്രാഹ്മണന്റെ പുത്രനായി തീർന്നു. ഭാവാർത്ഥം. ഗോക്കളെ സംരക്ഷിക്കുന്നവൻ പുണ്യവാനായി തീരുമെന്ന് പരമാധികാരിയായ ചൈതന്യ മഹാപ്രഭുവിന്റെ വാക്കുകൾ ഇവിടെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. ദൗർഭാഗ്യവശാൽ ജനങ്ങൾ ഒരു അധികാരിയുടെ വാക്കുകൾ പോലും ശ്രദ്ധിക്കാത്ത വിധം തെമ്മാടികളായിരിക്കുന്നു. ജനങ്ങൾ പൊതുവെ ഗോപാലകരെ സമൂഹത്തിലെ താഴ്ന്ന നിലവാരത്തിലുള്ളവരായാണ് കരുതുന്നത്. പക്ഷെ അവർ പുണ്യമുള്ളവരായതിനാൽ അടുത്ത ജന്മത്തിൽ അവർ ബ്രാഹ്മണരാകുമെന്ന് ചൈതന്യ മഹാപ്രഭു ഇവിടെ സൂചിപ്പിക്കുന്നു. ജാതി സമ്പ്രദായത്തിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. ഈ ശാസ്ത്രീയ സമ്പ്രദായം പിന്തുടർന്നാൽ മനുഷ്യ സമൂഹത്തിന് ഉന്നതമായ പ്രയോജനം ലഭിക്കും. ഭഗവാന്റെ ഈ ഉപദേശം കണക്കിലെടുത്ത് ജനങ്ങൾ പശുക്കളെയും പശുക്കുട്ടികളെയും പരിപാലിക്കണം. പ്രതിഫലമായി അവർക്ക് സമൃദ്ധമായി പാൽ ലഭിക്കും. പശുക്കളെയും കിടാവുകളെയും സംരക്ഷിക്കുന്നതുകൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാകില്ല.
പക്ഷെ ആധുനിക സമൂഹം അത്രമേൽ അധപ്പതിച്ചതിനാൽ ജനങ്ങൾ അവയെ സംരക്ഷിക്കുന്നതിന് പകരം വധിക്കുന്നു. അത്തരം പാപപ്രവർത്തികൾ ചെയ്യുന്ന അവർക്ക് എങ്ങനെയാണ് സമൂഹത്തിൽ സമാധാനവും അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാൻ കഴിയുക? അത് അസാധ്യമാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഗോപഗൃഹേ ജന്മശീല ഗംഭീര രാഖല. അദ്ദേഹം പറയുന്നത് ഗോപഗൃഹേ, ഞാൻ ജനിക്കുന്നത് ഒരു വൈശ്യ കുടുംബത്തിൽ, ഒരു ഗോപഗൃഹത്തിൽ, അതായത് പശുക്കളെ നോക്കുന്ന ആളുകൾ, പശുക്കളെ സംരക്ഷിക്കുന്ന ആ കുടുംബത്തിലാണ് ഞാൻ ജനിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ പശുക്കളെയും അതേപോലെ പശുക്കിടാങ്ങളെയും പരിപാലനം ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങനെയുള്ള പുണ്യപ്രവർത്തികൾ ചെയ്തതുകൊണ്ട് ഞാൻ ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബ്രാഹ്മണനായിട്ട് ജനിക്കുന്നു. ചൈതന്യ മഹാപ്രഭു പറയുന്നു. ഹരേ കൃഷ്ണ. മഹാപ്രഭു പറയുന്നത് ഒരു തരത്തിൽ നോക്കുമ്പോൾ കൃഷ്ണനായിരുന്നു എന്നുള്ളത് പറയുന്നത് സത്യമാണ്. വൈശ്യ കുടുംബമായിരുന്നു, സത്യമാണ്. പശുക്കളെയും അതേപോലെ ഗോപാലനായിരുന്നു, സത്യമാണ്. എന്നാൽ ഇപ്പോൾ ബ്രാഹ്മണനായിട്ട് ജനിക്കുന്നത് ആ പുണ്യം ചെയ്തതുകൊണ്ടാണ്, അതായത് പശുക്കളെ നോക്കിയത് കൊണ്ടാണ് എന്ന് പറയുന്നു, അല്ലേ? അപ്പോൾ അത് ഇതിൽ പല കാര്യങ്ങളാണുള്ളത്. മഹാപ്രഭു പറയുന്നതെല്ലാം സത്യമാണ്. പക്ഷേ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തത്വം നമ്മളെ പഠിപ്പിക്കുന്നു ഇതിൽ നിന്ന്. അതായത് പശുക്കളെ നോക്കുക, പശുക്കളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും തീർച്ചയായിട്ടും ഒരു വലിയൊരു പുണ്യപ്രവർത്തനം തന്നെയാണ്. ഒരു സംശയവുമില്ല, ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ ഒരു കാര്യം, ആ ഒരു പ്രിൻസിപ്പിൾ കൂടെ മഹാപ്രഭു ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. ശരിക്കും കൃഷ്ണൻ ഭഗവാൻ, നമുക്കറിയാം ഭഗവാൻ കൃഷ്ണൻ പശുക്കളെ ഒരുപാട് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്, അല്ലേ? നമോ ബ്രഹ്മണ്യ ദേവായ ഗോ ബ്രാഹ്മണ ഹിതാഴ്ച നമ്മളെന്നും ചൊല്ലുന്ന മംഗളാചരണത്തിൽ പറയുന്നു. അല്ലെങ്കിൽ നമ്മൾ ഭഗവാന്റെ നാമം ചൊല്ലുമ്പോഴും ഭഗവാന് ഭോഗം ഓഫർ ചെയ്യുമ്പോഴൊക്കെ ചൊല്ലാറുള്ളതാണ്. അപ്പോൾ ഗോ ബ്രാഹ്മണ ഹിതാഴ്ച, ഗോക്കളെയും പശുക്കളെയും ബ്രാഹ്മണരെയും സംരക്ഷിച്ചിരുന്നു. അല്ലെങ്കിൽ ഭഗവാൻ ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെയുള്ളവരെ, പശുക്കളെയും ബ്രാഹ്മണരെയും അദ്ദേഹം പരിപാലിച്ചിരുന്നു, സംരക്ഷിച്ചിരുന്നു. അദ്ദേഹം എപ്പോഴും പ്രൊട്ടക്ഷൻ കൊടുക്കും അങ്ങനെയുള്ള ആളുകൾക്ക്. അപ്പോൾ ഇവിടെ ശീലപ്രഭുപാജി ഭാവാർത്ഥത്തിൽ ഈ ഒരു തത്വത്തെ കുറച്ചും കൂടെ ക്ലിയറായിട്ട് പറയുന്നു. ആളുകൾക്ക് അറിയില്ല പശുക്കളെ നോക്കുന്നതും പശുക്കളെ സംരക്ഷിക്കുന്നതുമൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വലിയൊരു പുണ്യമാണ് എന്നുള്ളത്. എന്നാൽ ആളുകൾ പശുക്കളെ നോക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പശുവിനെ സംരക്ഷിക്കുന്ന ആൾക്കാരെയോ വളരെ താഴ്ന്ന തലത്തിലുള്ള ആളുകളായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്നത്തെ കാലത്ത് കോട്ടും സൂട്ടുമുട്ട ജോലിയാണ് ആളുകൾക്ക്. ജോലി ചെയ്താലേ ആളുകൾക്ക് വിലയുള്ളൂ. ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, വലിയ ബിസിനസ്സുകാരാവണം. ചെറിയ പശുവിനെ നോക്കുന്ന അല്ലെങ്കിൽ പശുക്കളെ നോക്കുന്ന ആളുകൾ ആർക്കും വിലയില്ല, തുച്ഛമായിട്ട് തോന്നും ആളുകൾക്ക്. എന്നാൽ ശീലപ്രഭുജി പറയുന്നു ആക്ച്വലി അത് വലിയൊരു പുണ്യമാണ് അവർ ചെയ്യുന്നത്. കോട്ടും സൂട്ടും ഇത്തവണ ഇട്ട് പോകുന്നുണ്ടാവും ചിലപ്പോൾ. എന്നിട്ട് ചെയ്യുന്നതെല്ലാം മോശമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ അടുത്ത ജന്മത്തിൽ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ കാര്യം ബുദ്ധിമുട്ടായിരിക്കും. മനുഷ്യജന്മം തന്നെ കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. നേരെ മറിച്ച് പ്രത്യേകിച്ച് ഈവൻ ഭക്തരല്ലാത്തവർ പോലെ ആവട്ടെ, ഭക്തരൊന്നുമല്ല പക്ഷെ പശുക്കളെ നന്നായി നോക്കുന്നു, സംരക്ഷിക്കുന്നു എന്നുള്ളവരാണെങ്കിൽ അവർക്ക് അത് ചെയ്യുന്ന വലിയൊരു പുണ്യപ്രവർത്തനമായതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത ജന്മത്തിൽ അവർക്കൊരു ബ്രാഹ്മണ കുലത്തിൽ ജനിക്കാനുള്ള അവസരം കിട്ടുന്നു. പിന്നീട് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭക്തിയുടെ മാർഗത്തിലേക്ക് വരുവാനും അത് സഹായകരമാകും. അപ്പോൾ പശുക്കളെ നോക്കുക, സംരക്ഷിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ആളുകൾ ചെയ്യാത്തതും. ഇന്നത്തെ കാലത്ത് ആളുകൾ പശുക്കളെ കൊന്ന് കഴിക്കുവാനാണ് നോക്കുന്നത്. നാവിൻ്റെ രുചിക്ക് വേണ്ടി, മാംസത്തിന് വേണ്ടി കൊല്ലുന്നു. അങ്ങനെ ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കാലത്ത് ഈ ലോകത്ത് ഒരു ശാന്തിയും സമാധാനവും ഇല്ലാത്തത്. ഇതൊരു റീസൺ തന്നെയാണ്. മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നത് ഈ ലോകത്ത് നടക്കുന്ന ആദി ദൈവിക ക്ലേശങ്ങൾക്കും ഒക്കെ കാരണം. ആദി ദൈവിക ക്ലേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും വെള്ളമില്ല, പല സ്ഥലങ്ങളിലും ശുദ്ധമായിട്ടുള്ള വായുവില്ല ശ്വസിക്കാൻ, പല സ്ഥലങ്ങളിലും ഭക്ഷണം ഇല്ല, കാര്യം കൃഷി ചെയ്യുവാൻ സാധിക്കാത്ത ഒരവസ്ഥ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ആളുകൾ ലോകത്ത്. പിന്നെ അതുമാത്രമല്ല രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നു, പ്രശ്നങ്ങളൊക്കെ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഇത് തന്നെയാണ് എന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ആവശ്യമില്ലാതെ
മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും അതിൽ പശുവൊക്കെ വരുന്നു. കാര്യം പശുവിൻ്റെ ജന്മം എന്ന് പറയുന്നത് ആ മൃഗങ്ങളുടെ ജന്മത്തിൽ വെച്ച് പറയുന്നു ശാസ്ത്രങ്ങളിൽ ഏറ്റവും അവസാനത്തെ മൃഗജന്മമാണത്. അതിനുശേഷം നാച്ചുറലി ഒരു മനുഷ്യനായിട്ട് ജനിക്കാൻ ആ എവല്യൂഷൻ പ്രകാരം, കോൺഷ്യസ്നസ് എൻ്റെ എവല്യൂഷൻ പ്രകാരം അടുത്തൊരു ഓപ്ഷൻ, അടുത്തൊരു ജന്മം ശരിക്കും പറയുകയാണെങ്കിൽ മനുഷ്യജന്മമാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ മനുഷ്യരുമായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ളൊരു സ്പീഷീസാണ് പശുവിൻ്റെ. മാത്രമല്ല നമ്മുടെ കൃഷ്ണൻ്റെ വളരെ പ്രിയപ്പെട്ടതായിരുന്നു പശുക്കൾ, അല്ലേ? പശുക്കളില്ലാതെ കൃഷ്ണനൊരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. കൃഷ്ണലീല നമ്മൾ പഠിക്കുമ്പോൾ കേൾക്കുമ്പോൾ അറിയാം അത്രമാത്രം ഇഷ്ടമായിരുന്നു പശുക്കളെ. ഗോചരൺ ലീലകളാവട്ടെ, പശുക്കളുമായിട്ടുള്ള ലീലകളുമാവട്ടെ, അത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം ഒരുപാട് വേണം. ആക്ച്വലി സീരീസ് ഓഫ് ക്ലാസ്സസ് തന്നെ വേണം. മനോഹരമായിട്ട് ശ്രീമദ് ഭാഗവതത്തിലും പറയുന്നുണ്ട് കൃഷ്ണനും പശുക്കളും തമ്മിലുള്ള റിലേഷൻസ്. ഓക്കെ, കൃഷ്ണൻ്റെ വേണുനാദം കേൾക്കുമ്പോഴും പശുക്കളെല്ലാം അവർക്കുണ്ടാവുന്ന ആ ഒരു ചേഞ്ചസും അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന കാര്യങ്ങളും, പാല് കുടിച്ചു കൊണ്ടിരിക്കുന്ന പശുക്കൾ സ്റ്റില്ലാവും, അവർക്ക് അനങ്ങാൻ പറ്റാതെയാവും. പശുക്കിടാങ്ങളുടെ വായിൽ മുഴുവനും പാലായിരിക്കും. ആ പാല് അവരറിയാതെ തന്നെ ഒഴുകിപ്പോകുന്നു. കാര്യം അവർ വേണുനാദത്തിൽ മുഴുകി നിൽക്കുവാണ്. ഒരു സ്റ്റാച്ചു പോലെ നിൽക്കുവാണ് എല്ലാവരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു ഭാഗവതത്തിൽ. മനോഹരമായിട്ടുള്ള ഒരുപാട് ലീലകൾ പറയുന്നു. അപ്പോൾ എന്താണെങ്കിലും ഭഗവാനും കൃഷ്ണനും പശുക്കളും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അതുകൊണ്ട് അതൊരു കാര്യം. പിന്നെ രണ്ടാമത് പശു എന്ന് പറയുന്ന ആ ഒരു ആനിമൽ അല്ലെങ്കിൽ മൃഗം, ആ സ്പീഷീസ് വളരെ മനുഷ്യരുമായിട്ട് ഒരുപാട് ക്ലോസ് ആണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ സ്ഥാനമാണ് പശുക്കൾക്കുള്ളത്, അച്ഛൻ്റെ സ്ഥാനമാണ് കാളകൾക്കുള്ളത്. കാര്യം കാളകൾ കൃഷിക്ക് വേണ്ടി സഹായിക്കുന്നു. അങ്ങനെ നമുക്ക് ധാന്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നു, അരിയും ഗോതമ്പൊക്കെ കിട്ടുന്നു. എന്നാൽ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പശു നമുക്ക് പാല് തരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ശാസ്ത്രങ്ങളിൽ കണ്ടിട്ടുണ്ടാവും ഭൂമിദേവി എപ്പോഴെങ്കിലും രൂപമെടുക്കുമ്പോൾ പശുവിൻ്റെ രൂപത്തിലാണ് വരിക. അതേപോലെ ധർമ്മം വരുമ്പോൾ ചിലപ്പോൾ കാളയുടെ രൂപത്തിലായിരിക്കും വരുന്നത്. ഇങ്ങനെയൊക്കെ കാണാം. കാര്യം ഇവർക്ക് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട്, പശുവിനും കാളയ്ക്കും, ശാസ്ത്രങ്ങളിൽ തന്നെ. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ആളുകൾ അവരെ നോക്കേണ്ടതും പരിപാലിക്കേണ്ടതും. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ശീല പ്രഭുപാദ്. സർവജ്ഞ കഹേ 112 സർവജ്ഞ കഹേയാമി താഹ ധ്യാന ദേഖിലാൻ താഹത്തെ ഐശ്വര്യ ദേഖി ഭാന ഭാൻ ഭാരഹ ഇല. ഹരേ കൃഷ്ണ പ്രജി പ്രണാമം. ഹരേ കൃഷ്ണ. ശ്ലോകം 112. സർവജ്ഞ കഹേയാമി താഹേ ധ്യാനേ ദേഖിലാൻ താഹേ ഐശ്വര്യ ദേഖി ഭാൻഭാര ഹൈലാൻ. ഹരേ കൃഷ്ണ. വിവർത്തനം. ജ്യോത്സ്യൻ പറഞ്ഞു, ഞാൻ ധ്യാനത്തിൽ കണ്ടത് സമ്പൂർണ്ണ ഐശ്വര്യമായിരുന്നു, അതിനാൽ ഞാൻ ആശയക്കുഴപ്പത്തിലായിരുന്നു. ഭാവാർത്ഥം. ആ ജ്യോത്സ്യൻ ജ്യോതിശാസ്ത്രപരമായ കണക്കുകൂട്ടലുകളിലൂടെ ഭൂതവും വർത്തമാനവും ഭാവിയും അറിയുന്നവൻ മാത്രമായിരുന്നില്ല, ഒരു മഹാധ്യാനിയുമായിരുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതിനാൽ അദ്ദേഹം ഒരു മഹാഭക്തനും ചൈതന്യ മഹാപ്രഭുവിനെ അതേ കൃഷ്ണൻ തന്നെയായി കാണാൻ കഴിയുന്നവനുമായിരുന്നു. എന്നിരുന്നാലും കൃഷ്ണനും ചൈതന്യ മഹാപ്രഭുവും യഥാർത്ഥത്തിൽ ഒരു വ്യക്തി തന്നെയാണോ എന്ന കാര്യത്തിൽ അദ്ദേഹം കുഴപ്പത്തിലായി. ഹരേ കൃഷ്ണ. ശ്രീ പ്രഭുപാദ്. ഹരേ കൃഷ്ണ. ജ്യോത്സ്യം പറയുന്നു, ഞാൻ മെഡിറ്റേഷനിലെ കാര്യം മഹാപ്രഭു കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞു ഞാൻ ഗോപാലനായിരുന്നു എന്നുള്ളത്. അങ്ങേക്ക് എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. കാര്യം അങ്ങ് പറയുന്നു ഞാൻ ഭഗവാനാണെന്നുള്ളത്, പക്ഷേ ഞാൻ ഗോപാലനായിരുന്നു. വളരെ ഓപ്പണായിട്ട് പറയുകയാണ് പാവം. ജ്യോത്സ്യം പറയുന്നു, ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ മെഡിറ്റേഷൻ ചെയ്തപ്പോൾ, ഞാൻ ധ്യാനിച്ചപ്പോൾ ഞാൻ അങ്ങയുടെ എല്ലാ ഐശ്വര്യങ്ങളും കണ്ടു. ഞാൻ എല്ലാ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു രൂപത്തെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഐശ്വര്യശ്ച സമഗ്രസ്യ വീരസ്യ യശസാശ്രയ, അല്ലേ? എല്ലാ ഐശ്വര്യങ്ങളും ഐശ്വര്യങ്ങളും പൂർണ്ണമായിട്ടുള്ള ഭഗവാനെയാണ് അദ്ദേഹം കാണുന്നത്. അപ്പോൾ ജ്യോത്സ്യം പറയുന്നു, അതുകൊണ്ട് ഞാനൊന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോയി.
എന്നാണ് പറയുന്നത്. ശീലപ്രഭാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഈ ജോത്സ്യൻ്റെ ആ ഒരു സംഭാഷണത്തിൽ നിന്ന് പ്രഭുപാജി പറയുന്നു, ജോത്സ്യൻ സാധാരണ ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തിന് ഭാവി ഭൂതം വർത്തമാനവും എല്ലാം അദ്ദേഹത്തിന് നിർണ്ണയിക്കാൻ സാധിക്കുമായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു നല്ല ഭക്തനാണ്. അദ്ദേഹം ഒരു നല്ല ഭക്തനായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ചൈതന്യ മഹാപ്രഭു, ശ്രീ ചൈതന്യ മഹാപ്രഭു പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള കൃഷ്ണൻ തന്നെയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന് കൺഫ്യൂഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ കൃഷ്ണനും മഹാപ്രഭുവും ഒന്ന് തന്നെയാണോ, അതോ എൻ്റെ മുമ്പിലിരിക്കുന്നത് ഒന്ന് തന്നെയാണോ? പക്ഷേ ഇത് ഭഗവാനാണെന്ന് അദ്ദേഹത്തിന് ഉള്ളിൽ തോന്നി. പക്ഷേ എന്നാലും ആ ഭഗവാൻ തന്നെയാണോ ഇത് എന്നുള്ള ചെറിയൊരു സംശയം അദ്ദേഹത്തിന് മുമ്പിൽ വന്നു. അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഒരു ശ്ലോകം കൂടെ നോക്കി നമുക്ക് അവസാനിപ്പിക്കാം. സെയ് രൂപേ ഏയ് രൂപേ ദേഖി ഏ കാക്കാര കബു ഭേദ ദേഖി ഏ മായാ തോ മാരാ. കൃഷ്ണ സേയിടുവേ ഏയിടുവേ ദേഖി ഏകാകാര കബു ഭേദ ദേഖി ഏ മായാ തോ മാരാ. വിവർത്തനം. കൃഷ്ണ, അങ്ങയുടെ രൂപവും ധ്യാനത്തിൽ ഞാൻ കണ്ട രൂപവും ഒന്ന് തന്നെയാണെന്ന് എനിക്ക് നിശ്ചയമുണ്ട്. എനിക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നിയാൽ അത് അങ്ങയുടെ മായാശക്തിയുടെ പ്രവൃത്തിയാണ്. ഭാവാർത്ഥം. പ്രഭാതിപ്പിച്ച് ശ്രീകൃഷ്ണ ചൈതന്യ രാധാകൃഷ്ണനെ നേഹേ അന്യ. ഒരു പരിപൂർണ ഭക്തന്റെ ദൃഷ്ടിയിൽ ചൈതന്യ മഹാപ്രഭു രാധയുടെയും കൃഷ്ണന്റെയും ഒരു സംയോജനമാണ്. ശ്രീ ചൈതന്യനെ കൃഷ്ണനിൽ നിന്ന് ഭിന്നനായി കാണുന്ന ഒരുവൻ മായയ്ക്ക് അധീനനാണ്. ജോത്സ്യൻ നേരത്തെ തന്നെ ഒരു ഉന്നത ഭക്തനായിരുന്നതായും മഹാപ്രഭുവിന്റെ സാന്നിധ്യത്തിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് പരിപൂർണമായ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചതായും കൃഷ്ണനും ശ്രീ ചൈതന്യ മഹാപ്രഭുവും ഒരേ വ്യക്തിയാണെന്ന് ദർശിക്കാൻ കഴിഞ്ഞതായും കാണപ്പെടുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. സോ ജോത്സ്യൻ അപ്പോൾ ഉറപ്പിച്ച് പറയുവാണ്, ഇപ്പോൾ കൺഫ്യൂഷനൊക്കെ അദ്ദേഹം മാറ്റിക്കൊണ്ട് പറയാവുന്നത്. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഞാൻ ആ മെഡിറ്റേഷനിൽ ധ്യാനത്തിൽ കണ്ട ആ രൂപവും അങ്ങും രണ്ടും ഒന്ന് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായി. ഇനി ഏതെങ്കിലും രീതിയിൽ എനിക്കൊരു വ്യത്യാസം തോന്നുന്നുണ്ട് എൻ്റെ ഉള്ളിൽ നിന്നുണ്ടെങ്കിൽ അത് അങ്ങയുടെ തന്നെ മായാശക്തി കാരണമാണ് എനിക്ക് അത് കൺഫ്യൂഷൻ വരുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നത്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ശീലപ്രഭുപാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ശ്രീകൃഷ്ണ ചൈതന്യ രാധാകൃഷ്ണ നഹി അന്യ. ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനും രാധാറാണിയും ചേർന്നിട്ടുള്ള സ്വരൂപമാണ്. രാധാകൃഷ്ണ പ്രണയ വികൃതിർ ഹ്ലാദിനിർ ശക്തിരസ്മാത് ഏകാത്മാനോ അഭിഭൂവി പുരാ ദേഹഭേദം ഗതൗത്തോ ചൈതന്യാക്യം പ്രകടമതുന തദ്വയം ചൈക്യമാപ്തം രാധാഭാവ ദ്യുതി സുവലിതം നൗമി കൃഷ്ണസ്വരൂപം. 1:1:5 നമ്മൾ ആദിലീലയിൽ പഠിച്ചിട്ടുള്ള ശ്ലോകമാണ്. അവിടെ പറയുന്നു, രാധാകൃഷ്ണൻ ഒരുമിച്ച് വരുന്ന ഒരുമിച്ച് വരുന്ന ആ സ്വരൂപമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു എന്നുള്ളത്. ഇവിടെ ജോത്സ്യന് മനസ്സിലാവുന്നു കൃഷ്ണൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അദ്ദേഹത്തിൻ്റെ മുമ്പിലിരിക്കുന്ന ശ്രീ ചൈതന്യ മഹാപ്രഭു കൃഷ്ണൻ തന്നെയാണ് എന്നുള്ളത് അദ്ദേഹത്തിന് ഉറപ്പായി. ശീലപ്രഭുജി വീണ്ടും പറയുന്നു, ആസ്ട്രോളജർ അല്ലെങ്കിൽ ജോത്സ്യൻ അദ്ദേഹം നല്ലൊരു ഭക്തനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചു ചൈതന്യ മഹാപ്രഭു കൃഷ്ണൻ തന്നെയാണെന്നുള്ളത് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിച്ചു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് സാധിക്കില്ലായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ചൈതന്യ മഹാപ്രഭു അതായത് ഭഗവാൻ തൊട്ട് മുമ്പിലിരിക്കുകയാണ് അല്ലേ. മഹാപ്രഭു ഇത് അദ്ദേഹത്തിന് ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സമ്മതം കൊടുത്തില്ലെങ്കിൽ, മഹാപ്രഭുവിൻ്റെ പെർമിഷൻ ഇല്ലാതെ അല്ലെങ്കിൽ മഹാപ്രഭുവിൻ്റെ അനുഗ്രഹമില്ലാതെ കാരുണ്യമില്ലാതെ അദ്ദേഹത്തിന് നിർണ്ണയിക്കാനും സാധിക്കില്ല അല്ലേ. അപ്പോൾ അദ്ദേഹം ഓൾറെഡി നല്ല ഭക്തനായതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ അദ്ദേഹത്തിന് പറയുവാനും അദ്ദേഹത്തിന് മെഡിറ്റേഷനിൽ കാണുവാനും ഉള്ള ഒരു അവസരം കൊടുക്കുന്നത്. അദ്ദേഹം ഭക്തനായതുകൊണ്ടാണ്. അദ്ദേഹം ഒരു ഫേക്കായിട്ടുള്ള ഒരു ജോത്സ്യനാണെങ്കിൽ ഒരു കാരണവശാലും മഹാപ്രഭു ആ ഒരു അവസരം കൊടുക്കില്ലായിരുന്നു, ആ കാരുണ്യം കൊടുക്കില്ലായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഒരു ശ്ലോകം, അവസാനത്തെ ശ്ലോകം, കാരണം ഈ ശ്ലോകം കൂടെ കഴിഞ്ഞാൽ ഈ ഒരു ലീല അവസാനിക്കുന്നു. പിന്നെ അതിനുശേഷം അടുത്ത ലീലയാണ്. അതും കൂടെ നമുക്ക് നോക്കിക്കൊണ്ട് ലാസ്റ്റ് ശ്ലോകം നോക്കാം. 114. യേ ഹാവോ സേ ഹാവോ തുമി തോമാ കെ നമസ്കാർ പ്രഭു താരെ പ്രേമ ദിയ കൈല പുരസ്കാർ. ഹരേ കൃഷ്ണ പ്രഭു പ്രണാം. ये हाओ से हाओ तुमी तोमा के नमस्कारा प्रभु तारे प्रेमा दिया कैला पुरस्कारा.
വിവർത്തനം ഭാവാർത്ഥം ബൈ ശിലപ്രഭുപാദ്. സർവജ്ഞനായ ജ്യോത്സ്യൻ ഇങ്ങനെ അവസാനിപ്പിച്ചു: അങ്ങ് എന്തായിരുന്നാലും ആരായിരുന്നാലും അങ്ങേക്ക് നമസ്കാരം. അനന്തരം മഹാപ്രഭു തന്റെ അഹൈതുകമായ കാരുണ്യത്താൽ അദ്ദേഹത്തിന് തന്റെ സേവനത്തിന് പ്രതിഫലമായി ഭഗവത് പ്രേമം നൽകി. സർവജ്ഞനായ ജ്യോത്സ്യനുമായുള്ള ചൈതന്യ മഹാപ്രഭുവിന്റെ കണ്ടുമുട്ടൽ ചൈതന്യ ഭാഗവതത്തിൽ പ്രതിപാദിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ നടന്നിട്ടില്ലെന്ന് നമുക്ക് പറയാനാവില്ല. നേരെ മറിച്ച് ചൈതന്യ ഭാഗവതത്തിൽ പ്രതിപാദിക്കാത്തതെല്ലാം താൻ ചൈതന്യ ചരിതാമൃതത്തിൽ പ്രത്യേകം പ്രതിപാദിച്ചിട്ടുള്ള കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയുടെ പ്രസ്താവന നാം സ്വീകരിക്കണം. ഹരേ കൃഷ്ണ. ശിലപ്രഭുപാദ്. ഹരേ കൃഷ്ണ. സർവജ്ഞനായിട്ടുള്ള ജ്യോത്സ്യൻ എന്നാണ് പറയുന്നത്. കാര്യം അദ്ദേഹത്തിന് സത്യം തിരിച്ചറിയാൻ സാധിച്ചു. അപ്പോൾ ജ്യോത്സ്യൻ പറയുന്നു, ഓക്കെ, മഹാപ്രഭു പറയുന്നു ഞാൻ ഭഗവാൻ അല്ല എന്ന് പറയുന്നു. എന്നാൽ ഇദ്ദേഹത്തിന് മനസ്സിലായത് ഭഗവാൻ തന്നെയാണെന്ന്. അദ്ദേഹം പറഞ്ഞു, ഇനി അങ്ങ് ആരാണെങ്കിലും എന്താണെങ്കിലും ആയിക്കോട്ടെ, എനിക്കൊന്നും അറിയില്ല, എന്നാൽ എന്താണെങ്കിലും ദണ്ഡവത് പ്രണാം, ഞാൻ അങ്ങയുടെ മുമ്പിൽ നമസ്കരിക്കുന്നു എന്ന് പറയുന്നു. അതിനുശേഷം ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ മഹാകാരുണ്യം കൊണ്ട് അദ്ദേഹത്തിന്, ഈ ജ്യോത്സ്യന് കൃഷ്ണപ്രേമം കിട്ടുന്നു. കൃഷ്ണപ്രേമം മഹാപ്രഭു കൊടുക്കുന്നു. ചൈതന്യ മഹാപ്രഭുവിന് ഒരുപാട് ഇഷ്ടമായി അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥതയെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭക്തി, ഭക്തിയിലുള്ള ആത്മാർത്ഥതയും അദ്ദേഹം ചെയ്യുന്ന ആ ജോലിയിലുള്ള ആത്മാർത്ഥതയും മഹാപ്രഭുവിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ മഹാപ്രഭു അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നു. മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം എന്താണ്? കൃഷ്ണപ്രേമമാണ്. നേരെ കൃഷ്ണപ്രേമം കൊടുക്കുന്നു ജ്യോത്സ്യനും കൃഷ്ണപ്രേമം കിട്ടുന്നു. ശിലപ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇവിടെ ഈ ഒരു ലീല പ്രതിപാദിക്കുന്നു. കുറച്ചുകൂടി ഡീറ്റെയിൽസ് തരുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ചൈതന്യ ഭാഗവതത്തിൽ ശ്രീല വൃന്ദാവൻ ദാസ് ഠാക്കൂർ ഇത് പറയാത്തത് കൊണ്ട് അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ലീല നടന്നിട്ടുണ്ട്. ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി നമുക്കത് ചൈതന്യ ചരിതാമൃതത്തിലൂടെ പറഞ്ഞു തരുന്നു. ഓക്കെ, 115 ശ്ലോകം മുതൽ നമുക്ക് തീം മാറുന്നു. ഈ ഒരു ലീല ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുന്നു. ഓക്കെ, ചൈതന്യ ചരിതാമൃത की जय, श्रील कृष्णदास कविराज गोस्वामी की जय, जगत गुरु श्रीला प्रभुपाद की जय, श्रीला गुरुदेव की जय, समवेद गौर भक्त वृंद की जय, निताय गौर प्रेम. Thank you, Prabhu. Thank you so much, Prabhu. Hare Krishna. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. പ്രണാംസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗൗരപ്രിയ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വർഷങ്ങൾ കഴിഞ്ഞപ്പോ പ്രഭുവിന്റെ ഒരു ലൈവ് ക്ലാസ് ഇന്നാ കയറാൻ പറ്റിയത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്തോഷം. കാരണം ഇന്നത്തെ ക്ലാസ് ഞാൻ ആളേക്ക് മാറ്റി, അതുകൊണ്ടാ കയറാൻ പറ്റിയ പ്രഭു. ഓക്കെ ഓക്കെ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്തോഷം മാതാജിയെ കാണാൻ സാധിച്ചത്. ഹരേ നമ്മൾ കൃഷ്ണ. അവസാനം എവിടെ വെച്ച് കണ്ടത്? മായപ്പൂര് വെച്ചു. അതെ അതെ അതെ. അതെ, രാംദാസ് മഹാരാജിന്റെ യാത്രയിൽ കണ്ടത്. യാത്രയിൽ വെച്ച്. കറക്റ്റ്. അതെ അതെ. ശരി. പ്രഭുലി എപ്പോഴാ ഞങ്ങളുടെ ക്ലാസ്സിൽ വരുന്നേ? ഭാഗവതം ഭക്തി വൈഭവമാണോ? അതെ അതെ അതെ. അറിയില്ല മാതാജി, വേറെ സർവീസസ് ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഇനി എപ്പോഴെങ്കിലും അതെ. ഓക്കെ. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. പ്രണാംസ്. ഓക്കെ. Okay, Prabhu. Hare Krishna. Close ചെയ്തോട്ടെ, Prabhu. ക്ലോസ് ചെയ്തോളൂ. Thank you so much, Prabhu. Hare Krishna. ഹരേ കൃഷ്ണ.